ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. പലവിധം നമസ്കാരങ്ങളെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് പാദ നമസ്കാരം, ദണ്ഡ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം എന്നിങ്ങനെയൊക്കെ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഏതുതരം നമസ്കാരമാണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് ഹരിക്ക് വ്യക്തമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളിത് ഒരുപക്ഷെ ഭാരതത്തിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമസ്കാരം. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ, ആ കുടുംബത്തെ കുട്ടികൾ വരെ അവരിലും തൊട്ട് മുതിർന്നവരെ കാണുമ്പോൾ, ഇപ്പോൾ മകൻ പുറത്തേക്ക് പോകുമ്പോൾ അച്ഛനെയും അമ്മയും ആദ്യം പോയി കാല് തൊട്ട് ഒന്ന് തൊഴുതിന് ശേഷമേ അവർ പുറത്തേക്ക് പോകുള്ളൂ. മുതിർന്നവരെ ബഹുമാനിക്കാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു സംസ്കാരമാക്കി തന്നെ ഭാരതത്തിൽ വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് കാല് പിടിക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്നത്? നമസ്കാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വേറുന്നുണ്ട്. ഇതൊരു സമർപ്പണമാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ മറ്റേയാളെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു മഹത് വ്യക്തിയെ, നമ്മൾ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആ മഹത് വ്യക്തിയെ അല്ലെ ഈശ്വരനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാവുന്നു എന്നതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള ഭാഷ്യം മാത്രമാണ് നമസ്കാരം പറയുക. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു. ക്ഷേത്രത്തിൽ പോയി നമ്മൾ സാഷ്ടാംഗ നമസ്കാരം, ഒന്നുകിൽ സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയാം, അല്ലെങ്കിൽ ദണ്ഡ നമസ്കാരം എന്ന് പറയാം. രണ്ടും ഒന്നാണ്. ദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത് ഒരു ദണ്ഡ് പോലെ അല്ലെങ്കിൽ ഒരു വടി പോലെ പൂർണ്ണമായിട്ടും നമസ്കരിക്കുക. നമസ്കരിക്കുമ്പോൾ എന്താ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭൂമിയോട് ചേർന്ന് ആ ഒരു പാദങ്ങളിലേക്ക് കാല് സ്പർശിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാരവും, നമ്മൾ വന്ന് നമസ്കരിക്കുമ്പോൾ ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാരവും ഭൂമിയിലേക്ക് അതേപടി അങ്ങോട്ട് നൽകി നമ്മളങ്ങ് നമസ്കരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്വന്തം ഭാരം പോലും നമ്മൾ ചുമക്കുന്നില്ല. ഞാനത് കംപ്ലീറ്റ് അടിയറവ് വെച്ച് എനിക്കതിൻ്റെ കൂടുതൽ ഞാൻ പവറോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് തരുന്നു, എനിക്ക് എങ്ങനെ വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരൂ. ഇതാണ് നമ്മുടെ നമസ്കാരത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈശ്വരനെ എവിടെ പോയി നമസ്കരിക്കുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ പോയി ഈശ്വരനെ പൂർണ്ണമായിട്ട് നമസ്കരിക്കുമ്പോൾ, ആ ഈശ്വരനിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വരണം. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ വലിയ കേമനൊന്നുമല്ല, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, എനിക്ക് വലിയ ഇതൊന്നുമില്ല, എന്നെ എങ്ങനെ നന്നാക്കി അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ കേപ്പബിളാക്കി തരണേ എന്ന് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈശ്വരനപ്പോൾ എന്താ ചെയ്യുക? കഴിവില്ലാത്ത ആൾക്കാരെ സഹായിക്കാൻ ഈശ്വരൻ എപ്പോഴും റെഡിയാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം മുഴുവൻ, എൻ്റെ വീട് ഒലിച്ചു പോയി, എനിക്ക് തീരെ മാർഗ്ഗമില്ല, എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ കാലത്ത് കുഴപ്പമുണ്ട്, ധാരാളം പറ്റിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഈ പറയുന്നത് കേൾക്കുന്നത് ശരിയാണോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ പഴയ കാലത്തുള്ള ആളുകൾ അങ്ങനെയൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കുടുംബത്ത് ബാക്കി പോയിട്ട് എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയുമ്പോൾ, അത്രയും കഷ്ടപ്പാടായിട്ട് എൻ്റെ അടുത്ത ഒരാൾ വന്നാൽ അയാളെ സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അവിടുന്ന് സഹായിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ആഗ്രഹമില്ലാതെ വന്നിട്ട് ആധികാരികമായിട്ട് എനിക്കിത് തരുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാൻ കഴിയുമോ? ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്, എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നമസ്കരിക്കുക. ഇതോടൊപ്പം എന്തിന് കാരണവന്മാരെ നമസ്കരിക്കണം? കാരണം എന്നെ ജനിപ്പിച്ച, അല്ലെങ്കിൽ എന്നെക്കാളും മുതിർന്നവരെല്ലാം എന്നെക്കാളും വിജ്ഞാനമുള്ളവരാണ്. അവരിൽ നിന്ന് എനിക്ക് നോളജ് തരണം, എൻ്റെ വിജ്ഞാനം ഒന്നുമല്ല, നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കുക. സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ നമ്മൾ എന്തിനാണ് നമസ്കരിക്കുക? സന്യാസി ശ്രേഷ്ഠന്മാരെ കണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ, സന്യാസി എന്നുള്ള വാക്കിന് എന്താണ്? വേറുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ചിന്തിച്ചു പോകുന്നവരാണ് സന്യാസികൾ. കാരണം ഈ സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രം, ഈ സമൂഹം നന്നായി വരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ സന്യാസികൾ. ഇന്ന് കാണുന്ന എല്ലാവരും സന്യാസികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് കാണുന്ന പലരും മഹാസന്യാസികൾ തന്നെയാണ് താനും. അവർക്ക് വേറുന്നുണ്ട്, അവനവന് വേണ്ടി അവർ ജീവിക്കുന്നില്ല, ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കണം. എൻ്റെ ജീവിതം എങ്ങനെയും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു സൗകര്യങ്ങളും ആവശ്യമില്ല, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം, പക്ഷേ നിങ്ങൾക്ക് നല്ലത് തരാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചിന്തിക്കുന്ന സന്യാസിമാരെ, അവരെ നമ്മൾ പോയി നമസ്കരിക്കുമ്പോൾ അവർ വേറുന്നുണ്ട്, അവരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവർ തരാൻ തയ്യാറാണ്. അങ്ങനെയാണോ, ഇതങ്ങ് എടുത്തോളൂ, ഇനി അങ്ങയുടെ കയ്യിൽ എന്താ ബാക്കിയുള്ളത്? ഈ ഒരു ചിന്തയില്ല.
അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നത് വേറുന്നുണ്ട്, കൊടുക്കാൻ അല്ലെങ്കിൽ തരാൻ തയ്യാറായി നിൽക്കുന്നവരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അച്ഛനെ നമസ്കരിക്കണം, അമ്മയെ നമസ്കരിക്കണം, മുത്തച്ഛനെ നമസ്കരിക്കണം, സന്യാസിയെ നമസ്കരിക്കണം. കാരണം ഇവരെല്ലാം നമുക്ക് തരാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അതുപോലെ ഇപ്പോൾ ഈശ്വരനെ നമ്മൾ നമസ്കരിക്കണം, ഈശ്വരൻ നമുക്ക് തരാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അപ്പോൾ നമസ്കാരം എന്നുള്ളത് ഒരു കൾച്ചറാണ്. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ഒരു ആഗ്രഹം ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് അവർക്ക് തരാൻ തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ വേറുന്നുണ്ട് ആ വാങ്ങാനുള്ള അർഹത നമുക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിൽ കൂടെയുള്ള ഒരു മാർഗവും കൂടിയാണ് നമസ്കാരം. ഇത് ഒരു ഭാരതത്തിൽ മാത്രമുള്ള ഒരു കൾച്ചറാണ് എന്ന് പറയാതിരിക്കാൻ തരയില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.